നിർത്ത് ഇറക്ക്. കാറ്റ് പോയാ ഒരു ജീപ്പ് വിളിക്കാതെ. ഒന്ന് പിടിക്കേ. എന്താ എന്താ ഇവിടെ? ഒന്ന് വേഗം നോക്കണം, കാറ്റ് പോറായ കേസാ. അടിപിടിയോ അതോ കത്തിക്കുത്തോ? അടിപിടിയാ, പൊരിഞ്ഞടി. എങ്കിൽ പോലീസിനെ അറിയിക്കണം. അയ്യോ, അടിപിടിയൊന്നും അല്ല സിസ്റ്ററെ, ഇത് അടിപിടിയെന്ന് പറഞ്ഞൊന്ന് ഉരുണ്ട് വീണ് പോയതാ. അത്രേ ഉള്ളൂ. എല്ലാരും കൂടെ തിരക്കുണ്ടാക്കാതെ മാറി നിൽക്കണം. മാറിക്കോളൂ. താൻ എവിടുത്തെ പുണ്ണാക്കുമാടനാടോ? എന്തേ? അടിപിടിയാ, പൊരിഞ്ഞ അടിപിടി. വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമല്ലടോ. ആണോ? ഒന്ന് മിണ്ടാതിരിക്കണോ, ഇത് ആശുപത്രിയാ. കുഴപ്പമാവോ പ്രസിഡന്റ്? രമേശ് എന്നാലും ധൈര്യമായിട്ടിരിക്കും. അഥവാ അവൻ ചത്തുപോവാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഗംഭീരമായ ഒരു അനുശോചന യോഗം കൂടിക്കളയാം. എന്നിട്ട് കൊലക്കുറ്റത്തിന് രമേശേട്ടകത്തായിക്കോട്ടെ. വരാനുള്ളത് വഴി തങ്ങൂല്ല എന്റെ സഹദേവാ. ഇപ്പൊ കൊണ്ടുവന്ന രോഗി മരിച്ചിട്ടൊന്നുമില്ല. ഒന്നും പറയാറായിട്ടില്ല. ഇവന് ബന്ധുക്കളാരും ഇല്ലേ? എന്തിനാ? ഒന്ന് അറിയിക്കണ്ടേ? എടോ, ലോകത്ത് ഏതെങ്കിലും റൗഡിക്ക് ബന്ധുക്കളുള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? പിന്നെ റൗഡികൾ ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നതെന്ന്. ചിലപ്പോ മുളച്ചും വരും. എന്താ കുറച്ച് സ്വസ്ഥത തരുമോ? ഇതാ ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണം. എങ്ങനെയുണ്ട് സിസ്റ്റർ? കുഴപ്പമൊന്നുമില്ല, ബോധം തെളിഞ്ഞു. ഈശ്വര, ഞാൻ നിനക്ക് അപമാനം വരുത്തി വെച്ചു. സ്വന്തം ഭർത്താവ് ഒരു കവലച്ചട്ടമ്പിയാവുന്നത് ഏത് ഭാര്യക്കും വിഷമുണ്ടാക്കും. അപ്പൊ ചട്ടമ്പ്യാവൻ തീരുമാനിച്ചോ? ആയിപ്പോയില്ലേ? അങ്ങനെ തന്നെ തുടരാനാണോ ഭാവം? എന്നല്ല, പിന്നെ നീ നിന്റെ അച്ഛനോടൊന്നും പോയി പറയണ്ട കേട്ടോ. അയ്യോ, ഞാൻ അച്ഛന് ടെലിഗ്രാം അയച്ചു പോയല്ലോ. രമേശ് ചേട്ടൻ ഈസ് എ റൗഡി, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് രമേശ് ചേട്ടനെ അറിയില്ലേ? ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. അല്ലല്ലോ, നീ എന്നെ പറ്റി മറത്തൊന്നും ധരിക്കാതിരുന്നാ മാത്രം മതി എനിക്ക്. ദേഹത്ത് വേദനയൊന്നുമില്ലല്ലോ? ഏയ്, ഒന്നും പറ്റില്ല. ആ രേഖേ, നാളെ മുതൽ ഈ വീട്ടിൽ ഒരാൾ കൂടെ അരിയിട്ടേക്കണം. ദാസനെ നോക്കാൻ അവന് സ്വന്തക്കാരാരുമില്ല. അവനും ഭക്ഷണം കൊടുക്കണം. പാവം. പിന്നെ ആരാ രമേശൻ നായര്? ഞാൻ തന്നെ. എന്താ? ഞങ്ങള് വള്ളിക്കാട്ടിൽ നിന്ന് വരിക. ഒരു അർജന്റ് സംഗതി ഉണ്ടായിരുന്നു. എന്ത് സംഗതി? നമുക്കങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല, പറഞ്ഞോളൂ. അതല്ല, സംഭവം അറിയുമ്പോ സാറിന് മനസ്സിലാവും. ശരി. ഇത് പൂക്കോട്ടൂർ പാപ്പച്ചൻ, കേട്ടു കാണും. വലിയ അബ്കാരിയാ. കേട്ടിട്ടില്ല. മാത്രമല്ല, ചാരായ കച്ചവടക്കാരോട് എനിക്ക് തീരെ താല്പര്യമില്ല. വേണമെന്നില്ല, പക്ഷെ ഞങ്ങളെ ഒന്ന് സഹായിച്ചേ പറ്റൂ. എങ്ങനെ? വലിയൊരു റൗഡി, കത്തിരിപ്പൂട്ട് സ്റ്റീഫൻ, അവനെ കൊണ്ട് പാപ്പച്ചായന് വലിയ ശല്യം. ഈ നാട്ടിലെ വലിയൊരു ചട്ടമ്പിയെ സാറടിച്ച് നിലംപരിശാക്കിയതൊക്കെ ഞങ്ങൾക്കറിയാം. അതുപോലെ സ്റ്റീഫനെ ഒന്ന് ഒതുക്കി തരണം. നിങ്ങൾക്ക് ആള് തെറ്റിയതാവും. അപ്പൊ രമേശൻ നായർ സാറല്ലേ? ഈ നാട്ടിലെ ഓരോ വീട്ടിലും നിങ്ങൾ ചെന്ന് നോക്കുക, ഉമ്മറത്തൊരു ഫോട്ടോ ഉണ്ടാവും. മുരിങ്ങാച്ചൂട്ടിലെ അച്ഛൻ നായരുടെ മകൻ രമേശൻ നായരുടെ. അയാൾ ഒരു കൂലിത്തല്ലുകാരനല്ല. അപ്പൊ ദാസൻ ചട്ടമ്പിയെ മലത്തി കൂടുതൽ സംസാരിച്ചാൽ എന്റെ സമനില തെറ്റും. പറഞ്ഞേക്കാം. ചട്ടമ്പി സാറേ. ഒന്നുമില്ല സാറേ. അവർക്ക് എന്താണോ വേണ്ടത്? കുറുപ്പ് വീട്ടിൽ ചെന്ന് ദാസനുള്ള കഞ്ഞി എടുത്തുണ്ടോ? ആശുപത്രി പോണം. ഓ, വിശന്നോ? ഇവിടുന്ന് മുട്ടയും പാലും കിട്ടി. മരുന്നൊക്കെ ശരിക്കും കഴിക്കണ്ടല്ലോ. ഞാൻ നേഴ്സിനെ തെറി വിളിച്ചു. ഇന്നും മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞു. ദാസ, ഈ സ്വഭാവം ഇനിയെങ്കിലും നിർത്തണമെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ? വയ്യെന്ന് വെച്ച് മെക്കിട്ട് കയറാൻ വന്നാ പിന്നെ? എനിക്കറിയാം ദാസന്റെ പ്രശ്നം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ആയിപ്പോവും. ഇവിടുന്ന് ഭേദമായിട്ട് ഇറങ്ങിയാൽ ദാസൻ പുതിയൊരു ജീവിതം തുടങ്ങണം. അല്ലേലും പഴയ ജീവിതം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരിക്കൽ തോറ്റാ പിന്നെ ചട്ടമ്പികൾക്ക് നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പാടാ. തന്നെ തല്ലിപ്പോയതിൽ ഞാൻ വീണ്ടും മാപ്പി ചോദിക്കുന്നു. മാപ്പ ഇപ്പൊ ഒരുപാടായി. ദാസൻ ഏതുവരെ പഠിച്ചു? 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ അമ്മാവനെ തല്ലിയത്. സ്വന്തം അമ്മാവനെയോ? അച്ഛനും അമ്മയും മരിച്ച പിന്നെ ഞങ്ങളുടെ സ്വത്തൊക്കെ അമ്മാവൻ കൈയടക്കിയല്ലോ. അമ്മാവൻ എന്ന് പറയുന്ന ആ നാറിക്കൊണ്ട് എന്റെ അത്രയും വരുന്നൊരു മോൻ. അവന് പട്ടുടുപ്പും പൊന്നരഞ്ഞാണു. ഞാൻ കിടക്കുന്നത് നെല്ലുകുത്തുവരയിലും. സകല പണിയും ചെയ്യണം, അതിൻ്റെ ഇടയിൽ പഠിക്കും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഒരു ദിവസം പുസ്തകം വാങ്ങാൻ കാശ് ചോദിച്ചപ്പോ അമ്മാവൻ എന്നോട് പറഞ്ഞു, നിന്റെ അച്ഛൻ സമ്പാദിച്ചൊന്നും ഇവിടെ ഇല്ലടാന്ന്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, തലങ്ങും വിലങ്ങും അടിച്ചു. ആ അടി പിന്നെ തൊഴിലാക്കി. ഇനി ദാസൻ ഒറ്റയ്ക്കല്ല. ദാസനെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഒരാളുണ്ടെന്ന് കരുതിക്കോളൂ. ആരാണത്? ഞാൻ തന്നെ.
എനിക്ക് ഒരു സംശയം ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ കളരി പഠിച്ചിട്ടുണ്ടോ? എന്തേ? അല്ല, കളരിക്കാരെ ഇങ്ങനെ നിലം തൊടാതെ അടിക്കുന്നത് കണ്ടിട്ടുള്ളൂ. അടിക്ക് അന്തകനും പറക്കുമെന്ന ചൊല്ല അങ്ങനെ അന്വർത്ഥമായി രമേശൻ നായരെ. ആ ധൂമകേതു ഒഴിഞ്ഞുപോയി. അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് പ്രസിഡന്റ്. സാഹചര്യമാണ് അവനെ വഷളാക്കുന്നത്. ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു പൊങ്ങുതടിയായിരുന്നു കാരക്കുട്ടിൽ ദാസൻ. ഇനി അവനൊരു ലക്ഷ്യം ഉണ്ടാക്കണം. അത് വേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേക യോഗം വിളിച്ചു കൂട്ടാം. ദാസൻ എങ്ങനെ ലക്ഷ്യമുണ്ടാക്കാവുന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്താം. അത് വേണ്ട പ്രസിഡന്റ്. ചർച്ച തീരുമ്പോഴേക്കും ദാസൻ വീണ്ടും പഴയപടിയാവും. നമ്മുടെ കുളത്തിന്റെ റോഡിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ. ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു പെട്ടിക്കട ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട. ചർച്ച വേണം. ലോൺ കിട്ടുമെങ്കിൽ ചർച്ചയുടെ കാര്യമില്ലല്ലോ. ബാങ്കിൽ ജാമ്യത്തിന് ആളെ കിട്ടുമോ? ഞാനാണല്ലോ അവനെ എവിടം വരെ എത്തിച്ചത്. ലോണും ഞാൻ തന്നെ സംഘടിപ്പിച്ചു കൊടുത്തോളാം. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശൻ നായരെ. എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല. കറക്റ്റ്. തീർച്ചയായും ഇന്ന് നമുക്കൊരു സുദിനമാണ് നാട്ടുകാരെ. ഇക്കാലമത്രയും കാരക്കോട്ടിൽ ദാസൻ നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. നിവർത്തിപ്പിടിച്ച കത്തിയോടെയല്ലാതെ നാം ആരും ദാസൻ ഇന്നുവരെ കണ്ടിട്ടില്ല. കാടിളക്കി നടന്നൊരു മതയാനയായിരുന്നു ദാസൻ. ആ മതയാനയെ നമ്മുടെ പ്രിയങ്കരനായ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്ന പാപ്പാൻ തളച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ അഭിമാനമുണ്ട്. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ശുദ്ധ തെമ്മാടി, കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി, അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്. ശ്രീമാൻ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായരുടെ നാമധേയം ഇനിയെങ്കിലും ഗിന്നസ് ബുക്കിൽ വരേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. ചട്ടമ്പിദാസന്റെ ഈ പെട്ടിക്കടയുമായി സഹകരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് നാട്ടുകാരെ. നാടമുറിച്ച് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ രമേശൻ നായരെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. തീയൽ കഴിക്കും. ആ, എന്താ ഇതിന്റെ പേര് പറഞ്ഞത്? തീയൽ. തീയൽ. തീയിൽ. നല്ല പേര്. ദാസൻ ഊണങ്ങനെ സാധാരണ? അങ്ങനെ ഊണായിട്ടൊന്നുമില്ല. വല്ല കാക്കയോ പൂച്ചയോ അടിച്ചു കൊന്ന് ചുട്ട് തിന്നും. പൂച്ച തിന്നു? പൂച്ചിറച്ചി നല്ല ടേസ്റ്റാ. പിന്നെ ഈ ഉടുമ്പുണ്ടല്ലോ, അതിന്റെ ചോര കുടിക്കും. അടി കൊണ്ടാ പരിക്കേൽക്കാതിരിക്കാൻ ഉടുമ്പൻ ചോര ബെസ്റ്റാ. സാധാരണ ഉടുമ്പല്ല, പൊന്നുടുമ്പ്. ചോരയും കുടിച്ച് അതിന്റെ നാക്കും പിഴുതെടുത്ത് വിഴുങ്ങിയിട്ട് 2 പേൽ സോടണം. എന്തിനാ? എന്നാലും ദഹിക്കൂ. ഒരു പ്രത്യേക ജീവിതല്ലേ. അമ്മ എന്ത് പറഞ്ഞാലും ശരി, ഞാനിത് സതീശേട്ടനെ അറിയിക്കും. ഒരു വീടായ ഒരു വ്യവസ്ഥ വേണം. ഒന്ന് പതുക്കെ പറ. അമ്മയ്ക്കൊരു മോളില്ലഞ്ഞത് ഭാഗ്യം. അല്ലെങ്കിൽ അവളെ ഇപ്പൊ രമേശൻ ആ നാറിക്ക് കെട്ടിച്ചു കൊടുത്തേനെ. നിന്നോടല്ലേ പറഞ്ഞുണ്ടായിരിക്കും. വെള്ളം വേണ്ട വേണ്ട, ഞാൻ കൊണ്ടുപോവാ. നീ അങ്ങോട്ട് വരണ്ട. ആ, അവിടെ നിക്കമ്മേ. ഒരാള് വീട്ടിൽ വന്നിട്ട് ഒന്നും സംസാരിക്കാതെ പോകുന്നെന്താ? എന്നെ കൊണ്ടൊന്നും സംസാരിപ്പിക്കണ്ട. അമ്മയ്ക്ക് എന്നത്തെ പേടിയാ. എനിക്ക് ആരെയും പേടിയും കിടിയൊന്നുമില്ല. തനിക്ക് വീടും കുടിയൊന്നും ഇല്ലടോ? വീടില്ല, കുടിയുണ്ടായിരുന്നു. കേട്ടോ അമ്മേ, ദാസൻ മെരുങ്ങുന്ന ആളുകൾക്കൊക്കെ വലിയ സംശയമായിരുന്നു. പക്ഷെ മെരുങ്ങി. ഈ കാണുന്ന ദാസൻ പുതിയൊരു ദാസനാ. എന്റെ ഉപദേശം ഫലിച്ചു. ദാസന് സ്വന്തക്കാരാരുമില്ലമ്മേ. ഇനി മുതല് അമ്മയാണ് ദാസന്റെ അമ്മ. എനിക്ക് ഇപ്പൊ ഉള്ള 2 മക്കളും മതി. പോരെങ്കിൽ മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ അങ്ങനെ സങ്കുചിതമായിട്ട് ചിന്തിക്കാൻ പാടില്ലമ്മേ. ഈ ലോകത്തുള്ള എല്ലാവരും അമ്മയുടെ മക്കളാണെന്ന് കരുതണം. നീ കേറി കേറി എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയോ? അമ്മേ, അയ്യേ, എന്തൊരുപാട്. രമേശ, ഇനി ഇവങ്ങനെ എന്നെ വിളിച്ച എന്റെ മട്ടുപാറ് ഞാൻ പറഞ്ഞേക്കാം. അമ്മ പാവ, ഇത്തിരി മുൻകോപം, അത്രേ ഉള്ളൂ. ഇനി ദാസൻ ഒരു പെണ്ണ് കൂടെ കെട്ടിക്കഴിഞ്ഞാൽ എന്റെ ഭാരം ഒഴിഞ്ഞു. ബ്രോക്കർ പറഞ്ഞു ഒരു പെണ്ണ് ശരിയായിട്ടുണ്ടെന്ന്. എങ്കിൽ ഉടനെ നമുക്ക് പോയി കണ്ടോളെ.
രാഘവേട്ടാ രാഘവേട്ടോ എന്തേ ദാ അവര് വരുന്നുണ്ട്.